ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ ഒരു വൃന്ദാവനലീല കേട്ടാലോ? എന്നും രാവിലെ യശോദാമ്മ കണ്ണനെ കുളിപ്പിച്ചൊരുക്കുമ്പോഴേക്കും ഒരുപാട് പേർ കണ്ണൻ്റെ കൂടെ കളിക്കാനായി കാത്തു നിൽക്കും. ഗോപക്കുട്ടികൾ, പശുക്കുട്ടികൾ, കുരങ്ങന്മാർ, പൂച്ചക്കുട്ടികൾ, മയിലുകൾ എന്ന് വേണ്ട എല്ലാവരും അവിടെ എത്തും. എല്ലാവരുടെ കൂടെയും കണ്ണൻ കളിക്കും. ഗോപക്കുട്ടികളും കണ്ണനും കൂടി ഓടിക്കളിക്കുമ്പോൾ കുരങ്ങുകളും അവരോടൊപ്പം കൂടും. പൈക്കുട്ടികൾ കുടമണികൾ കിരുക്കി കണ്ണൻ്റെ അടുത്ത് അടി വെച്ച് വരും. എന്നിട്ട് തല ചെരിച്ച് കണ്ണുകൾ വിടർത്തി കണ്ണനെ നോക്കും. അത് കാണുമ്പോൾ കണ്ണന് കൗതുകമാവും. കണ്ണൻ അവയെ പിടിക്കാനായി അടുത്തേക്ക് ചെല്ലും. പിടിച്ചോ പിടിച്ചില്ലേ എന്നാവുമ്പോൾ പൈക്കുട്ടി കുതിച്ചൊരോട്ടം. എന്നിട്ട് അവിടെ നിന്ന് കണ്ണനെ നോക്കും. അവസാനം അവ കണ്ണൻ്റെ അടുത്തേക്ക് വന്ന് മുട്ടിയൊരുമി കണ്ണൻ്റെ കാൽപാദങ്ങളിൽ നക്കി അവയുടെ സ്നേഹം അറിയിക്കും. ഈ പൈക്കുട്ടികളുടെ രീതിയാണത്രേ കണ്ണനെ പിടിച്ചുകെട്ടാൻ വന്ന യശോദാമ്മയുടെ അടുത്ത് കണ്ണൻ സ്വീകരിച്ചത്. അതുപോലെ മയിലുകൾ കണ്ണൻ്റെ മുന്നിൽ വന്ന് പീലി നിവർത്തിയാടാൻ തുടങ്ങും. അത് കാണുമ്പോൾ കണ്ണനും അവയോടൊപ്പം നൃത്തം വയ്ക്കും. അവസാനം ആ കേകികളും കണ്ണൻ്റെ അടുത്തെത്തി കണ്ണനെ കൊക്കു കൊണ്ടൊരുമി അവയുടെ സ്നേഹത്തെ നൽകും. എന്നിട്ട് കണ്ണനായി തൻ്റെ വർണ്ണ മയിൽപ്പീലി നൽകും. പൂച്ചക്കുട്ടികൾ ഇതെല്ലാം കണ്ട് പാതി മയക്കത്തോടെ അങ്ങുമിങ്ങും കിടക്കും. കുറെ കളിക്കുമ്പോൾ കണ്ണന് വിശക്കാൻ തുടങ്ങും. അപ്പോൾ കണ്ണൻ യശോദാമ്മയ്ക്ക് പ്രിയപ്പെട്ട കാനക്കുറിഞ്ഞി രാഗത്തിൽ വേണുകൂതാൻ തുടങ്ങും. അത് കേട്ടാൽ എന്ത് പണിയായാലും അതെല്ലാം അവിടെ ഇട്ട് കണ്ണൻ്റെ വെണ്ണയും കൊണ്ട് യശോദാമ്മ ഓടിയെത്തും. കണ്ണൻ വെണ്ണയൊക്കെ തിന്നു കഴിയുമ്പോൾ പിന്നെ കളിയുടെ രീതി മാറും. കണ്ണന് നിറയെ കളിപ്പാട്ടങ്ങളുണ്ട്. പന്ത്, പമ്പരം, ചാട്, ഇതുകൊണ്ടെല്ലാം ഗോപന്മാരോട് കൂടി കളിക്കും. അപ്പോഴേക്കും പണികളെല്ലാം തീർത്ത് ഗോപികമാർ ഓടിയെത്തും. ഗോപികമാരെ കണ്ടാൽ കണ്ണന് ഉത്സാഹമാകും. ഗോപികമാർ യശോദാമ്മയോട് അനുവാദം വാങ്ങി കണ്ണനെയും കൊണ്ട് ഗോപീഗൃഹങ്ങളിലും യമുനാ തടത്തിലും എല്ലാം നടക്കും. ഒടുവിൽ അവർ ഭാണ്ഡീര വനത്തിലെത്തും. അവിടെയാണ് കണ്ണൻ്റെയും ഗോപികമാരുടെയും വിഹാരരംഗം. കണ്ണൻ വീണു ഊതുമ്പോൾ ഗോപികമാർ ആടുകയും പാടുകയും ചെയ്യും. നല്ല സുഗന്ധമുള്ള പൂക്കളെ കൊണ്ട് കണ്ണൻ്റെ കഴുത്തിൽ മനോഹരമായ വനമാല അണിയിക്കും. കണ്ണനും ഗോപികമാരുടെ മുടികളെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരങ്ങൾ ചെയ്യും. ഇന്നും വൃന്ദാവനത്തിലെ ഭാണ്ഡീര വനത്തിലെ വംശവൃക്ഷത്തിൽ കാതുകൾ ചേർത്ത് വെച്ച് ശ്രദ്ധിച്ചാൽ കണ്ണൻ്റെ വേണുനാദവും ചിലങ്കയുടെയും താളവും കേൾക്കാം. കണ്ണനെ നടുക്കിരുത്തി ഗോപികമാർ എല്ലാവരും നിൽക്കും. അവരുടെ ഇരു കൈകളിലും നിറയെ പല വർണ്ണങ്ങളിലുള്ള കുപ്പിവളകളാണ്. എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരേ സമയത്ത് തങ്ങളുടെ കൈകൾ പരസ്പരം കൂട്ടി ഒറ്റയടി. എത്ര രസം! അവരുടെ കൈകളിലെ കുപ്പിവളകളെല്ലാം പൊട്ടി കണ്ണന് അഭിഷേകമായി. വളപ്പൊട്ടുകൾ കൊണ്ട് കണ്ണന് വർണ്ണാഭിഷേകം. അത് കണ്ണന് എത്ര ഇഷ്ടമാണെന്നോ. പിന്നെ കണ്ണൻ ഈ വളപ്പൊട്ടുകളെല്ലാം പെറുക്കിയെടുത്ത് ഉത്തരീയത്തിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന് ഒരു വർണ്ണച്ചെപ്പിലിട്ട് സൂക്ഷിച്ചു വെക്കും. അതിനുശേഷം കണ്ണൻ വൃന്ദാവനം വിട്ടുപോയപ്പോൾ കൂടെ ഈ വളപ്പൊട്ടുകളും കൊണ്ടുപോയി. പിന്നീട് കണ്ണൻ ദ്വാരകയിലേക്കും കൊണ്ടുപോയി. കണ്ണൻ ഇടയ്ക്കിടെ ആ വർണ്ണച്ചെപ്പ് തുറന്ന് ഗോപികമാരെ ഓർക്കും. ഗോപിമാരും എന്നും കണ്ണനായി പുതിയ പുതിയ വളക്കുപ്പി എടുത്ത് അണിയും. കണ്ണനെപ്പറ്റി ഓർത്ത് അവർ ഭാണ്ഡീര വനത്തിൽ ഒത്തുചേർന്ന് കണ്ണന് വേണ്ടി ആടുകയും പാടുകയും ചെയ്യും. ഇതുവരെ വെറും നിസ്സാരമായി കണ്ട വളപ്പൊട്ടുകൾ ഇപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടതായില്ലേ? കണ്ണനോട് എന്തിനെ ചേർത്ത് വെച്ചാലും അത് നമുക്ക് പ്രിയപ്പെട്ടതാവും. കണ്ണനില്ലാതെ എത്ര വലിയത് നേടിയാലും അതെല്ലാം നമുക്ക് അപ്രിയത്തിന് നൽകുന്നതായിത്തീരും. ഒന്നെഴുതി എത്ര പൂജ്യങ്ങൾ ചേർത്താലും അതിന് വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഒന്നില്ലെങ്കിലോ? അതുകൊണ്ട് എന്ത് നേടുമ്പോഴും അതിന് കാരണമായ ഭഗവാനെ ഒരിക്കലും മറക്കരുത്. ആ ഭഗവാന്റെ അനുഗ്രഹം സദാ കൂടെ ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥന വേണം. അതുണ്ടെങ്കിൽ പിന്നെ മറ്റൊന്നിനും നമ്മളെ തകർക്കാൻ കഴിയില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മളിൽ തന്നെ ഉണ്ടാകും.